ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ വ്ളോഗാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ ഒരു നല്ല വിശേഷ ദിവസമായിട്ടാണ് തുടങ്ങാൻ വിചാരിച്ചു. ഇത് ഒരു ചെറിയ വിശേഷത്തിൻ്റെ കുറച്ച് സെറ്റപ്പാണ്. കണ്ടല്ലോ, വളയും കാര്യങ്ങളും ഒരു 7 കൂട്ടം പലഹാരങ്ങളും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. മൈ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്. എൻ്റെ ഭാര്യയുടെ ഞങ്ങളുടെ വളകാപ്പ് സെറിമണിയാണ് നടക്കുന്നത്. സോ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ബന്ധുക്കളെയും അവളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നൈസായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് തമിഴ്നാട്, ഞങ്ങൾ തമിഴും മലയാളം മിക്സഡ് ആയതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളിവിടെ വളകാപ്പിന് ഇത്രത്തോളം ഇത് നടത്താറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഇത് കുറച്ച് ആചാരങ്ങളും കുറച്ച് കുനിഷ്ഠ പരിപാടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതോ അമ്മച്ചി ഒരുക്കി കെട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ പലഹാരത്തിൻ്റെ മുന്നിൽ. എൻ്റെ ഭാര്യ അവിടെ ഒരുക്കി കെട്ടിയിരിപ്പുണ്ട്. ഫസ്റ്റ് ഞാനാണ് ചടങ്ങ് തുടങ്ങേണ്ടതെന്നാൽ ജസ്റ്റ് ചന്ദനവും കുങ്കുമവും എല്ലാം മുഖത്തും നെറ്റിയിലും വാരി തേച്ചിട്ട് നൈസായിട്ട് 2 വള ഫസ്റ്റ് ഇട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങുന്നതാണ്. വള കയറുന്നില്ല, നല്ല ടൈറ്റായിരുന്നു. സോ എന്നിട്ട് ജസ്റ്റ് അവൾക്കൊരു ആരാധന എന്തോ എടുക്കുമ്പോഴത്തെ, ആരോ ക്യാമറ കയറിയൊന്നും ആരാധന എടുക്കുമ്പോഴത്തെ രീതിയിൽ വന്നതിന് ശേഷം നൈസായിട്ട് അവൾക്ക് ആരാധന എടുത്തതിന് ശേഷമുള്ള കുറച്ച് പരിപാടികളാണ്. അവളിങ്ങനെ ദീപം ചൂടിച്ച് അങ്ങനെ എന്തോ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നു. ബന്ധുക്കളും അമ്മയും അച്ഛനും എല്ലാം വന്നു. സോ ഓരോരുത്തരായിട്ട് അങ്ങനെ ചന്ദനം തടവുകയും കുങ്കുമം വയ്ക്കുകയും ഈ വെച്ചിരിക്കുന്ന കൂട്ടം പലഹാരം ഓരോരുത്തരായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ പലഹാരം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുന്ന രീതിയിലുള്ള കുറച്ച് ചടങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഉള്ള ഫുഡ് കൊടുക്കേണ്ട പരിപാടികൾ ആരംഭിക്കുന്നത്. സോ ഞാൻ ബിരിയാണിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, ചിക്കൻ ബിരിയാണി. സോ അതവർ അങ്ങനത്തെ രീതിയിൽ ചെയ്യണം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൽ കുറേ ഫോൾസ് കാണും. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. സോ ഈ പലഹാരമെല്ലാം ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്. അവൾ പോയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിന്നുന്നതാണ്. സോ നൈസായിട്ട് ഇനി കുറച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള അവളെ കണ്ടോ ഒരുക്കി വളയിട്ടു, എല്ലാവരും വളയിട്ട് കഴിഞ്ഞു. സോ ചെറിയ രീതിയിലുള്ള ഫങ്ഷനായിരുന്നു ഫ്രണ്ട്സ്. വീട്ടിൽ തന്നെ ആയിരുന്നു. അവളുടെ റിയാക്ഷൻ ഉണ്ട് മുഖത്തെ. കാരണം ആ പൊട്ട് വെച്ചിട്ടുള്ളത് ബേസിക്കലി അവൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പൊട്ടൊന്നും പാടില്ല. പക്ഷേ ഇത്രയും വലിയ പൊട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒഴിപ്പിച്ച് കൊടുത്തുകൊണ്ട് മാത്രം അതിനുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് കണ്ടത്. എല്ലാവരും കഴിക്കാനിരിക്കുകയാണ്. സോ എല്ലാവരും കഴിക്കുകയാണ്. അതിനുശേഷം വിളമ്പുന്നതെല്ലാം എൻ്റെ കൊച്ചിച്ചനും എൻ്റെ അളിയനും എല്ലാവരുമാണ്. സോ അതിനുശേഷം ഞങ്ങൾ വെളിയിലോട്ട് വന്നു. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് അവളെ നിർത്തിയിട്ട് ഫുള്ള് കയ്യിൽ വളയിട്ടിട്ട് നല്ല സാരിയിൽ കാണാൻ നല്ല ഭംഗിയില്ലേ. സോ നല്ല രീതിക്കുള്ള കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിപാടിയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീൽസ് പ്രാന്ത് എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് തന്നെ അറിയാം. സോ റീൽസിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളായിട്ട് അവളും ഞാനും കൂടെ ഒരുമിച്ച് നിന്നും അങ്ങോട്ട് പോയി എല്ലാം എടുക്കുകയായിരുന്നു. അപ്പോൾ യാത്ര അയക്കാൻ സമയമായി. സോ കൊണ്ടുവന്ന പലഹാരത്തിൽ അവർക്ക് തന്നെ തിരിച്ച് 7 കൂട്ടം കൊടുത്തേക്കണമെന്നുണ്ട്. അത് കൊടുത്തേക്കുന്ന ഇതാണ്. ലാസ്റ്റ് കാറിൽ കയറാൻ നേരത്ത് പോണ്ടാന്ന രീതിയിലുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പോയല്ലേ തീരൂ. പോയിട്ട് കൊച്ചു ജനിച്ചിട്ടൊക്കെ ഇനി അതൊക്കെ വരത്തുള്ളൂ. തിരിഞ്ഞു നോക്കാൻ പാടില്ല, അതാണ് തിരിഞ്ഞു നോക്കാത്തത്. എന്തോ ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണവന്മാർ കൊണ്ടുവന്നല്ലേ. സോ അങ്ങനത്തെ രീതിയിൽ ഇത്തിരി കണ്ണീരൊക്കെ വരുന്നുണ്ട്. എനിക്കല്ല, അവർക്കാണ്. ഇനി പോയിട്ട് ഇനി കുറേ മാസം കഴിഞ്ഞിട്ടേ വരൂ പുതിയ എൻ്റെ അവകാശിയുമായി തിരിച്ച് വരുന്നതായിരിക്കും. സോ അവർ പോകുമ്പം ഇതെല്ലാം കഴിഞ്ഞു, ഫങ്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ബ്ലോഗായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചതിൽ വളരെ തെറ്റുണ്ടെന്ന് അറിയാം. കാരണം അറിയില്ലല്ലോ, ഫസ്റ്റ് ചെയ്യുന്നതല്ലേ. പോകെ ശരിയാക്കുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലെ ഫങ്ഷൻ കാണാൻ ചെയ്തു. ഓക്കെ, താങ്ക് യു.